കന്യാകുമാരിയിൽ നിന്ന് വിവേകാനന്ദ പാറയിലേക്ക് പോകുന്ന ബോട്ട് സർവീസ് ചെയ്തു. കടൽ ഭയങ്കരമായിട്ടും പ്രക്ഷുബ്ധമായിരുന്നു ഞാനും എൻ്റെ കൂട്ടുകാരിയും പോയപ്പം. അതുകൊണ്ട് ഒരു തരത്തിലും മര്യാദയ്ക്കൊന്ന് വീഡിയോ എടുക്കാൻ പോലും പറ്റില്ല. അത് നമ്മൾ പേടിച്ച് വിറച്ചായിരുന്നേ. കാരണം ഇത് കടലിക്കടെയാണ് ഈ ബോട്ട് പോകുന്നത്. നമുക്ക് മറ്റേ സേഫ്റ്റി ഫീച്ചേഴ്സും സംഭവങ്ങളും ഒക്കെ തന്നിട്ടുണ്ടെങ്കിലും ഇതൊക്കെ യഥാർത്ഥത്തിൽ വർക്കാവുമോ, എന്താവുമോ അവസ്ഥ, ഇതെങ്ങാനും മറിഞ്ഞു പോയാൽ എന്ത് സംഭവിക്കും എന്നൊക്കെ ഓർത്താൽ നമുക്ക് ശരിക്കും പേടിയാവും. കാര്യം എന്ന് വെച്ചാൽ അതുപോലെ തിര അടിച്ച് കയറുന്നു, അതിൻ്റെ ഇടയിലൂടെയാണ് ബോട്ട് ഇറങ്ങിപ്പോകുന്നത്. ആ ബോട്ട് സത്യത്തിൽ ജെട്ടിയായിട്ടൊന്ന് അടുപ്പിച്ച് നിർത്താൻ തന്നെ അവിടുത്തെ തൊഴിലാളികൾ എന്തുമാത്രം പാടുപെടുന്നതെന്ന് ചോദിച്ചാൽ പറയണ്ട. അവരത്രമാത്രം പരിചയസമ്പന്നരായിട്ട് പോലും പലപ്പോഴും അടുപ്പിച്ച് ചേർത്തൊക്കെ വെക്കാൻ നോക്കുമ്പോൾ അത് നിൽക്കുന്നേ ഇല്ല. ആടി ഉലഞ്ഞ് നമ്മുടെ ഇടപാട് തീർന്നാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ആ ബോട്ടിനകത്ത് പോയി കയറുന്നത്. നമ്മുടെ കൊച്ചിയിലെ വാട്ടർ മെട്രോയിലൊക്കെ ചെന്ന് കയറുമ്പോൾ എത്ര സേഫായിട്ടാണെന്നറിയാമോ നമ്മൾ ചെന്ന് കയറുന്നത്. നമ്മൾ സത്യത്തിലൊരു കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ ഒരു കാറയിലേക്ക് കയറുന്ന പോലെ അത്ര സേഫാണ് വാട്ടർ മെട്രോയിലൊക്കെ. കാര്യം അത്രയും സേഫ്റ്റിയും മറ്റ് സംഭവങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ അതൊന്നും നടപ്പിലാക്കാൻ തന്നെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം കടൽ അലറി വിളിച്ചാൽ നിൽക്കുന്നത്. പലപ്പോഴും കാലാവസ്ഥ ഒരുപാട് മോശമാവുന്ന സമയത്ത് അങ്ങോട്ടുള്ള ബോട്ട് യാത്രയൊക്കെ നിർത്തിവെക്കുകയും ചെയ്യും. അന്നേരമാണ് ഒരു കാലഘട്ടത്തിൽ വിവേകാനന്ദ സ്വാമികൾ ഈ മെയിൻ കരയിൽ നിന്ന് നീന്തി ആ പാറയിൽ ചെന്നിരുന്ന് പുള്ളി ധ്യാനിച്ച്, അങ്ങനെയാണ് പുള്ളി ശരിക്കും പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ഭാരതത്തിലെ ഹിന്ദുമതത്തെ ഉയർത്തിയെടുക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതും ക്രിസ്ത്യൻ മിഷണറിമാർക്കെതിരെയും ആശയങ്ങൾക്കെതിരെയും ഒക്കെ ഭയങ്കരമായിട്ടും പ്രവർത്തിച്ചു തുടങ്ങുന്നതും ഒക്കെ അങ്ങനെയാണ്. അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു ബീജാവാപം നടന്ന സ്ഥലമാണ് ഈ വിവേകാനന്ദപ്പാറ. അതിമനോഹരമായൊരു സ്ഥലം. അത് ഒരിക്കലെങ്കിലും ഒന്ന് പോയിരിക്കേണ്ട സ്ഥലം തന്നെയാണ്. നല്ല മനോഹരമായ കാഴ്ചകളാണ്. അങ്ങോട്ടുള്ള യാത്ര തന്നെ നല്ല ഭംഗിയാണ്. കടലിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. കാര്യം എനിക്ക് നീന്തൽ അറിയാൻ മേലാത്തതുകൊണ്ട് തന്നെ വെള്ളം ഭയങ്കര പേടിയാണ്. അത് മറിഞ്ഞടിച്ചെങ്ങാനും പോയാൽ തീർന്നു. കാര്യം ഇത് തലയും കുത്തിയാണോ വീഴുന്നത്, എങ്ങനെ വീഴണമെന്ന് പോലും പറയാനൊക്കത്തില്ല. ഇതുവരെ അങ്ങനെ അവിടെ മേജർ അപകടങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഇതുവരെ എൻ്റെ ശ്രദ്ധയിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പെട്ടിട്ടില്ല. പക്ഷെ എന്താണേലും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു യാത്രയായിരുന്നു ആ ബോട്ട് യാത്ര എന്ന് പറയുന്നത്. നല്ല രസകരമായൊരു യാത്ര. അവിടെ പോയി വിവേകാനന്ദപ്പാറയൊക്കെ കണ്ട് തിരിച്ചു വന്നു. ഇപ്പം ശരിക്കും വിവേകാനന്ദപ്പാറയിൽ നിന്ന് തൊട്ടടുത്ത ഇതിലേക്ക് മറ്റേ വള്ളുവനാറിൻ്റെ പ്രതിമയിലേക്ക്, അതിപ്പോൾ കാണാം അതിനകത്ത്. ആ പ്രതിമയിലേക്ക് ഇപ്പം ഇത് വന്നിട്ടുണ്ട്, എന്നാ പറയണ്ടേ, കണ്ണാടിപ്പാലം വന്നിട്ടുണ്ട്. അന്ന് കണ്ണാടിപ്പാലമൊന്നുമില്ല. അന്ന് വീണ്ടും അടുത്ത ബോട്ടിൽ അങ്ങോട്ട് പോകണമായിരുന്നു. അപ്പോൾ അന്നത്തെ ഒരു സാഹചര്യത്തിൽ അത് നടന്നില്ല. കാര്യം അന്ന് ബോട്ട് സർവീസ് എന്തോ ഇല്ലാണ്ട് വന്നു. കാര്യം അത്രയും പ്രക്ഷുബ്ധമായിരുന്നു കടൽ.